നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേരള ഗ്രാമീൺ ബാങ്ക് ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ ഗ്രാമീൺ ബാങ്കുകളിലായിട്ട് നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഏകദേശം 10,000-ന് മുകളിൽ ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിന്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓൺലൈൻ വഴിയാണ് നിങ്ങൾ ഈ പറയുന്ന 10,200-ന് മുകളിൽ ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ പറയുന്ന ഒഴിവുകളിലേക്കെല്ലാം തന്നെ അപേക്ഷിക്കേണ്ടത് ഓഫീസ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ക്ലറിക്കൽ കാഡറിലുള്ള ജോബുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ പോസ്റ്റിനും വേണ്ട ക്വാളിഫിക്കേഷൻ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം, ഇതാണ് IBPSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. IBPS വഴിയാണ് ഈ പറയുന്ന ഗ്രാമീൺ ബാങ്കുകളിലേക്കെല്ലാം തന്നെ അവർ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. CRP RRB റിക്രൂട്ട്മെന്റ് എന്നാണ് ഇതിന് വിളിക്കുന്നത്. RRB എന്ന് പറയുമ്പോൾ റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്നാണ് ഈ ഒരു RRB കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ CRP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്നാണ്. അതിനെ ഷോർട്ടാക്കിക്കൊണ്ടാണ് ഇവർ CRP RRB എന്നിവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഗ്രാമീൺ ബാങ്കുകളിലേക്കുള്ള അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്കുള്ള ഒഴിവുകളുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ ഒരു IBPSന്റെ ഈ ഒരു പേജിൽ നിന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയുക. അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇവർ പുറത്തിറക്കിയിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. IBPSന്റെ ഈ വെബ്സൈറ്റിൽ നമുക്ക് കയറിയാൽ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും. അതിനായിട്ട് നമുക്കിവിടെ കാണാം, IBPSന്റെ ഈ ഒരു വെബ്സൈറ്റിന് മുകളിൽ നമുക്ക് നിരവധി ഓപ്ഷൻസ് ഇത്തരത്തിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണാം. ഇതിൽ നമുക്കിവിടെ കാണാം ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ഓൺലൈൻ ലിങ്ക്, ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലിങ്ക് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരു ലിങ്ക് നമുക്കിവിടെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണാം. അപ്പോൾ ഈ ഒരു അഡ്വർടൈസ്മെന്റ് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇത്തരത്തിൽ ഓപ്പൺ ആയി വരും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് തന്നെ താഴെ നൽകാം. നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് പരിശോധിച്ച് നോക്കാവുന്നതാണ്. IBPS വഴി തന്നെയാണ് ഈ പറയുന്ന ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. ഇനി നമുക്ക് താഴത്തോട്ട് വന്ന് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇത്തരത്തിൽ പരിശോധിച്ച് നോക്കാൻ കഴിയും. ഏതൊക്കെ RRBകളാണ് പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. നമുക്ക് ജസ്റ്റ് ഒന്ന് താഴത്തോട്ട് വന്ന് നമുക്ക് കേരളത്തിലെ ബാങ്ക് നമുക്കിവിടെ കാണാം. കേരള ഗ്രാമീൺ ബാങ്കാണ് കേരളത്തിൽ നിന്നും പങ്കെടുക്കുന്ന RRB എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ കേരള ഗ്രാമീൺ ബാങ്ക് റീജിയണൽ റൂറൽ ബാങ്കുകളുടെ കീഴിലാണ് ഈ പറയുന്ന കേരള ഗ്രാമീൺ ബാങ്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലും ഒഴിവുകളുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം കേരള, മലപ്പുറം അതിൻ്റെ ഹെഡ് ഓഫീസാണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ. വിവിധ ബ്രാഞ്ചുകൾ കേരളത്തിലുടനീളമുണ്ട്. കേരള അതുപോലെ തന്നെ മലയാളം എന്നിവിടെ ലാംഗ്വേജിൻ്റെ സെക്ഷൻ്റെ അവിടെ നൽകിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്കിവിടെ കാണാം ഡിസൈഡ് ലോക്കൽ ലാംഗ്വേജ് പ്രൊവിഷ്യൻസി ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ പാർട്ടിസിപ്പേറ്റിംഗ് RRBs. അതായത് നിങ്ങൾ ഏത് റീജിയണൽ ബാങ്കിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ ഒരു ബാങ്കിൻ്റെ റീജിയൻ അനുസരിച്ചുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളം ലാംഗ്വേജ് കേരളത്തിൽ അപേക്ഷിക്കുന്നവർക്ക് മലയാളം ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ അപേക്ഷിക്കുകയാണെങ്കിൽ അതാത് സംസ്ഥാനത്തെ ലോക്കൽ ലാംഗ്വേജുകൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾക്കിവിടെ കാണാം പുതുച്ചേരിയിൽ മലയാളം അറിയുന്നവർക്ക് പുതുച്ചേരിയിലും അപേക്ഷിക്കാവുന്നതാണ്. നമുക്കിവിടെ കാണാം ലാംഗ്വേജ് സെക്ഷൻ്റെ അവിടെ തമിഴ്, മലയാളം, തെലുഗു എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ തെലങ്കാനയിലാണെങ്കിൽ തെലുങ്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെ മറ്റുള്ള ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ ആ ബാങ്കുകളിലാണ് അപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഹിന്ദി അറിഞ്ഞിരിക്കണം. അങ്ങനെ ഏത് റീജിയണൽ ബാങ്കിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ ഒരു ബാങ്കിൻ്റെ റീജിയണിലുള്ള ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലാണ് അപേക്ഷിക്കുന്നവർക്ക് മലയാളം ലാംഗ്വേജ് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ബാങ്കുകളാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു എക്സാമിനേഷൻ്റെ ഈ ഒരു കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൻ്റെ ഭാഗമാവാൻ പോകുന്നത് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതായത് നമുക്കിവിടെ കാണാം ഓരോ പോസ്റ്റിനും വേണ്ട ഏജ് ലിമിറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫോർ ഓഫീസർ സ്കെയിൽ 3 സീനിയർ മാനേജർ പോസ്റ്റിന് വേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 വയസ്സിന് മുകളിൽ, അതായത് 40 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി അടുത്തത് ഓഫീസർ സ്കെയിൽ 2 മാനേജർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർ 21 മുതൽ 32 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. അടുത്ത മൂന്നാമതായിട്ട് നമുക്കിവിടെ കാണാം ഓഫീസർ സ്കെയിൽ 1 അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടി പർപ്പസ് പോസ്റ്റിലേക്ക് 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി തൊട്ട് താഴെ ഏജ് റിലാക്സേഷൻ്റെ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെയും
വർഷത്തെയും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെയും മറ്റു PWD കാൻഡിഡേറ്റ്സിനൊക്കെ 10 വർഷം മുതൽ ഉള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഈ ഒരു ടേബിളിൽ വന്നു കഴിഞ്ഞാൽ പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ 4ാമത്തെ പേജിലുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. ഇനി ഒരു നോട്ടിഫിക്കേഷൻ കുറച്ചുകൂടി താഴത്തോട്ട് വന്ന ഒരു 8ാമത്തെ പേജിന്റെ അവസാന ഭാഗം തൊട്ടിട്ട് നമുക്കിവിടെ കാണാം ഓരോ പോസ്റ്റിനും വേണ്ട ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ആദ്യത്തേത് ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടി പർപ്പസ് പോസ്റ്റ് ആണ്. വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി, ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ നേടിയെടുത്ത ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഈ ഒരു പോസ്റ്റിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത്. മാത്രമല്ല നിങ്ങൾ ഏത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഏത് RRBക്കാണോ അപേക്ഷിക്കുന്നത് ആ ഒരു റൂറൽ ബാങ്കിന്റെ റീജിയനിലുള്ള ആ ഒരു ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അപ്പോൾ കേരള ബാങ്കിലേക്കാണ് അപേക്ഷിക്കുന്നത്, ഈ പറയുന്ന കേരള ഗ്രാമീൺ ബാങ്കിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതിൽ അപ്പോൾ മലയാളം അറിഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഡിസൈറബിൾ ആയിട്ട് ഇവിടെ നൽകിയിരിക്കുന്ന വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ, അപ്പോൾ കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം. അതാണ് ആദ്യത്തെ പോസ്റ്റിന് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അടുത്ത ഓഫീസർ സ്കെയിൽ 1 അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റാണ്. സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നേടിയെടുത്ത ഡിഗ്രിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഓഫീസർ സ്കെയിൽ 1 അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് നിങ്ങൾ കൂടുതൽ പരിഗണിക്കുന്ന ഒരു പ്രിഫറൻസ് നൽകിയിരിക്കുന്ന കുറച്ച് ഡിഗ്രികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, അനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഫിസിക്കൾച്ചർ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, മാനേജ്മെന്റ്, ലോ, എക്കണോമിക്സ് ഓർ അക്കൗണ്ടൻസി തുടങ്ങിയിട്ടുള്ള ഡിഗ്രികൾ നിങ്ങൾ ഈ പറയുന്ന ഡിഗ്രികളിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾ പാസ്സായിട്ട് നിങ്ങൾക്ക് അതിൽ പ്രിഫറൻസ് ലഭിക്കും. അതല്ലെങ്കിലും നിങ്ങൾക്ക് ഏത് വിഷയത്തിൽ നേടിയെടുത്ത ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രിഫറൻസ് നൽകുന്ന ഡിഗ്രികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന വിഷയങ്ങൾ ഡിഗ്രി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അവർക്ക് കൂടുതൽ പ്രിഫറൻസ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോക്കൽ ലാംഗ്വേജും കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം. അടുത്ത ഓഫീസർ സ്കെയിൽ 2 ജനറൽ ബാങ്കിംഗ് ഓഫീസർ മാനേജർ പോസ്റ്റാണ്. ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ നേടിയെടുത്ത മിനിമം 50% മാർക്കോട് കൂടി നേടിയെടുത്ത ഡിഗ്രിയാണ് ആവശ്യം. 2 വർഷത്തെ എക്സ്പീരിയൻസ്, അതായത് ബാങ്ക് ഓർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു ഓഫീസർ സ്കെയിൽ 2 ജനറൽ ബാങ്കിംഗ് ഓഫീസർ മാനേജർ പോസ്റ്റിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ഡിഗ്രികൾ കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് ഒരു പ്രിഫറൻസ് ലഭിക്കുന്നതായിരിക്കും. അതായത് ഡിഗ്രി ഇൻ ബാങ്കിംഗ്, ഫൈനാൻസ്, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, അനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഫിസിക്കൾച്ചർ, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, മാനേജ്മെന്റ്, ലോ, എക്കണോമിക്സ് ആൻഡ് അക്കൗണ്ടൻസി തുടങ്ങിയിട്ടുള്ള മേഖലയിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് ഒരു പ്രിഫറൻസ് ലഭിക്കും. അല്ല നിങ്ങൾ മറ്റേതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. മിനിമം 50% മാർക്ക് ഉണ്ടായാൽ മതി. പക്ഷേ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു പോസ്റ്റിന് ആവശ്യമായിട്ട് വരും. അടുത്ത ഓഫീസർ സ്കെയിൽ 2 സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് പോസ്റ്റാണ്. മാനേജർ പോസ്റ്റ് തന്നെയാണ് ഇതും. അപ്പോൾ IT, അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ലോ ഓഫീസർ, ട്രഷറി മാനേജർ, മാർക്കറ്റിംഗ് ഓഫീസർ, അഗ്രികൾച്ചർ ഓഫീസർ തുടങ്ങിയിട്ടുള്ള മേഖലയിലാണ് ആളുകളെ ആവശ്യം. അവരെ പോസ്റ്റിനും അതിന് വേണ്ട എക്സ്പീരിയൻസ് നൽകിയിട്ടുണ്ട്. IT ഓഫീസർ പോസ്റ്റിന് 1 ഇയർ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി, അതായത് ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT ഇതിൽ ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. പിന്നെ മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഡിസൈറബിൾ ആയിട്ട് നൽകിയിരിക്കുന്ന ASP, PHP തുടങ്ങിയിട്ടുള്ള C++, ജാവ പോലെയുള്ള യോഗ്യതകൾ, IT യോഗ്യതകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോസ്റ്റാണ്. 1 വർഷത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. CA ഏതെങ്കിലും ഒരു അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും CA പാസ്സായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്ത ലോ ഓഫീസർ പോസ്റ്റിലേക്ക് നമുക്കറിയാം LLB കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത ട്രഷറി മാനേജർ പോസ്റ്റിലേക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. അതല്ല MBA ഫൈനാൻസ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ്. 1 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത മാർക്കറ്റിംഗ് ഓഫീസർ പോസ്റ്റിലേക്ക് MBA മാർക്കറ്റിംഗ് കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത അഗ്രികൾച്ചർ ഓഫീസർ പോസ്റ്റിലേക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഡയറി, അനിമൽ ഹസ്ബൻഡറി, ഫോറസ്ട്രി, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഫിസിക്കൾച്ചർ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. 50% മാർക്കോടുകൂടി ഈ പറയുന്ന മേഖലകളിൽ ഡിഗ്രി നിങ്ങൾ പാസ്സായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയത്. അപ്പോൾ അഗ്രികൾച്ചർ ഓഫീസർക്ക് ഈ പറയുന്ന മേഖലകളിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ ഡിഗ്രി പാസ്സായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത ഓഫീസർ സ്കെയിൽ 3 സീനിയർ മാനേജർ പോസ്റ്റാണ്. സീനിയർ മാനേജർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ 5 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന മേഖലകളിൽ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ബാങ്കിങ്, ഫൈനാൻസ്, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, അനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഫിസിക്കൾച്ചർ, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, മാനേജ്മെന്റ്, ലോ, എക്കണോമിക്സ് ആൻഡ് അക്കൗണ്ടൻസി തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് മുൻഗണന ഒരു പ്രിഫറൻസ് ലഭിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യമാണ് നൽകിയിരിക്കുന്നത്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ എന്നും ഇവിടെ നൽകുന്നതുകൊണ്ട് തന്നെ ഏത് വിഷയത്തിൽ ഡിഗ്രി പാസ്സായവർക്കും അപേക്ഷിക്കാം. മിനിമം 50% മാർക്കാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ 5 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ പരിശോധിക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കൾക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ അപേക്ഷിക്കാവുന്നതാണ്. ഓഫീസർ സ്കെയിൽ 1 അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റുകളിലേക്ക് എക്സ്പീരിയൻസും ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഈ പറയുന്ന 2 പോസ്റ്റുകളിലേക്കും താല്പര്യമുള്ള യോഗ്യരായിട്ടുള്ള ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കളിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. ഇനി ഈ താഴത്തോട്ട് വന്ന് നമുക്കിവിടെ ആപ്ലിക്കേഷൻ ഫീസിന്റെ ഡീറ്റെയിൽസ് കാണാം. SC ST PWD കാൻഡിഡേറ്റ്സിനെ ഓഫീസർ സ്കെയിൽ 1, 2, 3 പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുമ്പോൾ 175 രൂപയാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക. ഓൺലൈൻ വഴി തന്നെ അടയ്ക്കാം.
അതുപോലെ തന്നെ 850 രൂപയാണ് മറ്റ് വിഭാഗങ്ങൾക്ക്, അതായത് ജനറൽ, OBC തുടങ്ങിയുള്ള കാൻഡിഡേറ്റ്സിനെല്ലാം 850 രൂപയായിരിക്കും അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുക. ഇത് ഓഫീസർ സ്കെയിൽ 1, 2, 3 കാറ്റഗറിയുള്ള സുഹൃത്തുക്കൾക്കാണ്. അടുത്ത ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടി പർപ്പസ് പോസ്റ്റിലേക്കും ഇതേ ഫീസ് തന്നെയാണ്. 175 രൂപ SC, ST, PWD, SM കാൻഡിഡേറ്റ്സിന്, അതുപോലെ തന്നെ 850 രൂപ മറ്റുള്ള കാൻഡിഡേറ്റ്സിന്, ജനറൽ, OBC കാൻഡിഡേറ്റ്സിന് 850 രൂപയാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഫീസിന്റെ സ്ട്രക്ചർ ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ ഫില്ലപ്പ് ചെയ്യുന്നതിന്റെ അവസാന സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ഫീസ് അടയ്ക്കാവുന്നതാണ്. ഇനി ഓൺലൈൻ എക്സാമിനേഷൻ സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാം. എക്സാമിനേഷൻ സെന്ററുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാം. കേരളത്തിലെ വിവിധ സെന്ററുകളിലായിട്ട് എക്സാം സെന്ററുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഏതൊക്കെ സെന്ററുകളാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ അവസാന ഭാഗത്താണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ ഓൺലൈൻ എക്സാമിനേഷൻ്റെ സ്ട്രക്ചർ നമുക്കിവിടെ കാണാം. ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ് പോസ്റ്റിന് റീസണിംഗ്, ന്യൂമറിക്കൽ എബിലിറ്റി തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ സിലബസ് എന്തായാലും വായിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കാവുന്നതാണ്. 10ാമത്തെ പേജ് മുതൽ ഓരോ പോസ്റ്റിൻ്റെയും സിലബസ്, ഓരോ പോസ്റ്റിൻ്റെയും, ഓരോ എക്സാമിൻ്റെയും, മെയിൻ എക്സാമിൻ്റെയും, പ്രിലിമിനറി എക്സാമിൻ്റെയും എല്ലാം സിലബസ് ഇവിടെ വ്യക്തമായി നൽകിയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന 10 അതുപോലെ തന്നെ 11 പേജുകളിലായിട്ട് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു സിലബസ് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷൻ താഴെയുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ നിങ്ങൾക്ക് അവിടെ നിന്നും വിശദമായിട്ട് തന്നെ പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇനി ലിസ്റ്റ് ഓഫ് വേർഷൻ ഓഫ് ടെസ്റ്റ്, അതായത് മീഡിയം ഓഫ് എക്സാമിനേഷൻ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓരോ സ്റ്റേറ്റിനും, അതായത് CRP, RRB പോസ്റ്റ് ഫോർ ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ് പോസ്റ്റിനും, അതുപോലെ തന്നെ ഓഫീസർ സ്കെയിൽ 1 പോസ്റ്റിനും മീഡിയം ഓഫ് എക്സാമിനേഷൻ ആയിട്ട് നമുക്കിവിടെ കേരളത്തിലെ പോസ്റ്റിൽ മലയാളവും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് മലയാളമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ് അതുപോലെ തന്നെ ഓഫീസർ സ്കെയിൽ 1 പോസ്റ്റിന്റെ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലും എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കേരള സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി തുടങ്ങിയിട്ടുള്ള ലാംഗ്വേജസിൻ്റെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാം. ഇനി മറ്റ് പോസ്റ്റുകളിലേക്ക്, ഇപ്പോൾ ജനറൽ ബാങ്കിങ് ഓഫീസർ പോസ്റ്റുകളിലേക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ സിലബസും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സിലബസ് 12ാമത്തെ പേജിലാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ഒക്കെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നേരത്തെ കണ്ട ഒരു പേജിൽ നിന്ന് തന്നെയാണ് IBPSൻ്റെ പേജ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്കൊരു കുറച്ച് കാര്യങ്ങൾ, അതായത് നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈവശം കരുതേണ്ട കുറച്ച് സ്കാൻ ചെയ്ത ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതായത് ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. 4.5 സെൻറ്റിമീറ്റർ ഇൻറ്റു 3.5 സെൻറ്റിമീറ്റർ ആയിരിക്കണം അതിൻ്റെ സൈസ്. പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ, നിങ്ങളൊരു പേപ്പറിൽ ഇട്ട സിഗ്നേച്ചർ അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഇടത് തള്ളവിരലിൻ്റെ ഇംപ്രഷനും വേണ്ടി വരും. അതും നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. പിന്നെ സിഗ്നേച്ചർ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഇടരുത് എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ആവശ്യമായിട്ട് വരും. അതായത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയ ഒരു ഡിക്ലറേഷൻ, അത് ഡിക്ലറേഷൻ ഇത്തരത്തിലാണ്: അതിന് ശേഷം നിങ്ങളുടെ പേര് എഴുതുക. പിന്നെ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം ഈസ് കറക്റ്റ്, ട്രൂ ആൻഡ് വാലിഡ്. ഐ വിൽ പ്രസന്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആസ് ആൻഡ് വെൻ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ്, ഈ ഒരു 2 ലൈനായിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾ ഒരു പേപ്പറിൽ, ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾ എഴുതണം, എഴുതി തയ്യാറാക്കണം. നിങ്ങളുടെ കൈയക്ഷരത്തിൽ തന്നെ എഴുതി തയ്യാറാക്കണം. എന്നിട്ട് അതും നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദി അബവ് മെൻഷൻഡ് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഹാസ് ടു ബി ഇൻ ദ കാൻഡിഡേറ്റ്സ് ഹാൻഡ് റൈറ്റിംഗ്, അത് പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ തന്നെ നിങ്ങൾ ഈ പറയുന്ന 2 വരികൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എഴുതണം. അതിനുശേഷം എന്ന് നൽകിയതിനു ശേഷം നിങ്ങളുടെ പേരാണ് നൽകേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഈ കാണുന്ന 2 ലൈനുകൾ കറക്റ്റായിട്ട് തന്നെ എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കീപ് ദ നെസറി ഡീറ്റെയിൽസ് ഓഫ് ഡോക്യുമെൻറ്റ്സ്, അതായത് ഓൺലൈൻ പേയ്മെൻറ്റിന് വേണ്ട നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. പിന്നെ ഒരു ആക്റ്റീവായിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ ID എന്നുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ കുറച്ചുകൂടി താഴത്തോട്ട് വന്ന് നമുക്ക് ഇവിടെ കാണാം. 8/6/2021, അതായത് ഇന്ന് മുതൽ നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. 28/6/2021 അവസാന തീയതി. അപ്പോൾ ഇന്ന് മുതൽ ജൂൺ 28 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അതിന് മുന്നേ തന്നെ നിങ്ങൾ ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്കിവിടെ കാണാം ഡൗൺലോഡ് ഓഫ് കോൾ ലെറ്റേഴ്സ് ഫോർ ഓൺലൈൻ എക്സാമിനേഷൻ. അത് ഏകദേശം ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റിലൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാൻ വരിക. അതും നിങ്ങൾക്ക് IBPSൻ്റെ ഒരു വെബ്സൈറ്റിൽ വന്നുകൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എക്സാമിനേഷൻ ഏകദേശം ഓഗസ്റ്റ് 2021 പ്രിലിമിനറി എക്സാമിനേഷൻ അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പിന്നെ മെയിൻ എക്സാം ഒക്കെ ഏകദേശം സെപ്റ്റംബറിലൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അതിനുശേഷം അവസാനം നിങ്ങളുടെ സെലക്ഷൻ എന്ന് പറയുന്നത് ജനുവരി 2022 കൂടിയായിരിക്കും നിങ്ങൾക്ക് നിയമനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവസാന തീയതിക്ക് മുന്നേ തന്നെ നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക. കാരണം അവസാന ദിവസത്തോട് അടുക്കുന്തോറും ആളുകൾ കൂടുതൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ വെബ്സൈറ്റ് ഹാങ് ആവാനൊക്കെ സാധ്യതയുണ്ട്. IBPSൻ്റെ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ ആ ഒരു ടെൻഷൻ, ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക.
ഇനി പ്രിലിമിനറി എക്സാമിൻ്റെ സെൻറ്ററുകൾ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ മെയിൻ എക്സാം സെൻറ്റർ നമുക്കിവിടെ കാണാം. താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഈ നോട്ടിഫിക്കേഷൻ അവസാന ഭാഗത്താണ് ഏകദേശം 39ാമത്തെ പേജിലേക്കായിട്ടാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാം 12ാമതായിട്ട് കേരള എന്നിവിടെ നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും പ്രിലിമിനറി എക്സാം സെൻറ്ററുകൾ എന്നിവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിലായിരിക്കും മെയിൻ എക്സാം സെൻറ്റർ എന്നും ഇവിടെ കറക്റ്റായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഇത്രയും സെൻറ്ററുകൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ളവർ തീർച്ചയായിട്ടും അപേക്ഷിക്കണം. ഇനി അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിന്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. 20 KB മുതൽ 50 KB വരെയുള്ള സൈസിലുള്ള ഫോട്ടോഗ്രാഫ് ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ പരമാവധി ലൈറ്റ് കളേർഡ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ ആയിരിക്കണം എടുക്കേണ്ടത് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും എന്നുള്ള കാര്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് പോലെ അത്രയും ലൈറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോഗ്രാഫ് ആയിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. മാക്സിമം സൈസ് 50 KB ആയിരിക്കണം എന്ന് നൽകിയിട്ടുണ്ട്. ഇനി സിഗ്നേച്ചറിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. മാക്സിമം സൈസ് 20 KB ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആ ഒരു സൈസ്. അതായത് ആ ഒരു സിഗ്നേച്ചറിന്റെ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പെൻ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ സിഗ്നേച്ചർ ഇടേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആവശ്യമുണ്ട്. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷന്റെ സൈസ് എന്ന് പറയുന്നത് അതും മാക്സിമം 50 KB ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ആ ഒരു ലെഫ്റ്റ് ഇടത് തള്ളവിരലിന്റെ ഇംപ്രഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഇങ്ക് ഉപയോഗിച്ചിട്ട് എടുത്ത ആ ഒരു ഇംപ്രഷൻ ആയിരിക്കണം നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിൻ്റെ സൈസും 50 KB ആണ്. പിന്നെ നിങ്ങൾ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ ഒരു 2 ലൈനുള്ള ആ ഒരു ഇംഗ്ലീഷ് ഡിക്ലറേഷൻ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾ എഴുതി അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ചാണ് നിങ്ങൾ ആ ഒരു ഡിക്ലറേഷൻ എഴുതേണ്ടത്. അതിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 50 KB മുതൽ 100 KB വരെയാണ്. അപ്പോൾ 100 KB വരെ അതിൻ്റെ മാക്സിമം സൈസ് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റ് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ അവസാന ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇത് എല്ലാവരും കയ്യിൽ വെക്കേണ്ട ഒന്നാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു പേജ് 43ാമത്തെ പേജിലായിട്ട് ഇവിടെ സെൽഫ് ഡിക്ലറേഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെ കാണാം വി ആർ കൺസേൺഡ് അബൌട്ട് യുവർ ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് ഹൈജീൻ ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് യുവർ വെൽ ബീയിങ് ആൻഡ് ദാറ്റ് ഓഫ് എവരി വൺ അറ്റ് ദ വെന്യൂ. യു ആർ റിക്വസ്റ്റഡ് ടു ഡിക്ലെയർ ഇഫ് യു ഹാവ് any of the below listed symptoms by using a tick mark or ആ ഒരു മാർക്ക് നൽകി നിങ്ങൾക്ക് അവിടെ നൽകുക. അതായത് നിങ്ങൾക്ക് രോഗങ്ങളൊന്നും ഇല്ല. അതായത് ഇപ്പോൾ ഒരു COVID-19 സിറ്റുവേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ അതായത് ചുമ, പനി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നത്. ബ്രീത്തിങ് പ്രോബ്ലം, ബോഡി ഏക്ക് തുടങ്ങിയിട്ടുള്ള തൊണ്ടവേദന, അതുപോലെ തന്നെ ബ്രീത്തിങ് പ്രോബ്ലം, ബോഡി ഏക്ക് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സുഹൃത്തുക്കളാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു സെൽഫ് ഡിക്ലറേഷൻ നിങ്ങളുടെ കൈവശമുണ്ടായിരിക്കുന്ന എക്സാമിനേഷന് പോകുമ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് തന്നെ ഇവിടെ അത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ ടിക്ക് മാർക്ക് ഇനേബിൾ ചെയ്യണം എന്നുള്ള കാര്യമാണ് നൽകിയത്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളത് ഇല്ല എന്ന് തന്നെ നിങ്ങൾക്ക് അവിടെ നൽകാവുന്നതാണ്. അപ്പോൾ അതെല്ലാം നൽകിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഐ ഹാവ് നോട്ട് ബീൻ ഇൻ ക്ലോസ് കോൺടാക്ട് വിത്ത് പേഴ്സൺ സഫറിംഗ്. അതായത് COVID-19 പേഴ്സൺസ് ആയിട്ട് നിങ്ങൾ ക്ലോസ് കോൺടാക്റ്റിൽ വന്നിട്ടില്ല തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് തന്നെ നൽകാം. അതിന് ശേഷം കാൻഡിഡേറ്റ് നെയിം, നിങ്ങളുടെ റോൾ നമ്പർ അതൊക്കെ നിങ്ങൾക്ക് ഒരു ഹാൾ ടിക്കറ്റ് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ സമയത്ത് നിങ്ങൾ ഫില്ലപ്പ് ചെയ്താൽ മതി. നെയിം ഓഫ് ബാങ്ക്, ഡേറ്റ് ഓഫ് എക്സാം, എക്സാമിനേഷൻ സെൻറ്റർ നെയിം, പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ. അപ്പോൾ ഈ ഒരു ഫോം നിങ്ങൾ എല്ലാവരും കയ്യിൽ വെക്കേണ്ടതുണ്ട്. ഈ ഒരു COVID-19 സിറ്റുവേഷൻ ആയതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഫോം നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഇനി തൊട്ട് താഴെ നമുക്ക് കാണാം SC/ST അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിൻ്റെ എല്ലാം ഫോമുകൾ നമുക്ക് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. PWD കാൻഡിഡേറ്റ്സിൻ്റെ എല്ലാം അതുപോലെ തന്നെ EWS കാൻഡിഡേറ്റ്സിൻ്റെ എല്ലാം ആ ഒരു ഫോമുകൾ നിങ്ങൾക്കിവിടെ കാണാം. ഈ പറയുന്ന ഫോർമാറ്റിലുള്ള ഫോമുകളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള ഫോമുകളാണ് നിങ്ങൾ സ്കാൻ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ അവസാന ഭാഗത്ത് കാണുവാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ യോഗ്യരായിട്ടുള്ള ഡിഗ്രി കഴിഞ്ഞ എല്ലാ സുഹൃത്തുക്കളും, താല്പര്യമുള്ള എല്ലാ സുഹൃത്തുക്കളും അപേക്ഷിക്കാൻ ശ്രമിക്കുക. കാരണം കേരള ഗ്രാമീൺ ബാങ്ക് പോലെയുള്ള ഇന്ത്യയിലെ വിവിധ ഗ്രാമീൺ ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നടത്താൻ പോകുന്നത്. വളരെ മികച്ചൊരു സാലറി തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് എല്ലാം ലഭിക്കും. ക്ലറിക്കൽ അതുപോലെ തന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ് തുടങ്ങിയിട്ടുള്ള തുടങ്ങിയിട്ടുള്ള കാഡറുകളിലേക്കുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ നിലവിൽ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ പോകുന്നത്. ഓഫീസേഴ്സ് അതുപോലെ തന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നടത്താൻ പോകുന്നത്. ഇനി എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പേജിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ടപോലെ തന്നെ നിരവധി നോട്ടിഫിക്കേഷൻസ് മുകളിലായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണാം. അതിൽ ആദ്യത്തെ നമുക്ക് ഇവിടെ കാണാം ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്നൊരു ലിങ്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പുതിയ പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. അപ്പോൾ എന്തായാലും ഈ ഒരു പേജിൻ്റെ ഡയറക്റ്റ് ലിങ്കും ഞാൻ താഴെ നൽകാം. നിങ്ങൾക്ക് ഈ ഒരു പേജിൽ ഡയറക്റ്റ് തന്നെ അതുകൊണ്ട് എത്തിച്ചേരാവുന്നതാണ്. ആദ്യമായി നമുക്കിവിടെ കാണാം ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടി പർപ്പസ് പോസ്റ്റിന്റെ ഓൺലൈൻ അപേക്ഷയ്ക്കുള്ള ലിങ്കാണ് ആദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടി പർപ്പസ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർ ഈ ഒരു ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. IBPSന്റെ പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം 28/6/2021 അവസാന തീയതി. അത് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്കാൻ കഴിയും. ഈ ഒരു പേജിൽ വന്നതിന് ശേഷം നിങ്ങൾ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആ ഒരു ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പേജിലേക്കായിരിക്കും എത്തിച്ചേരാൻ കഴിയുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ആദ്യത്തെ പേജിൽ
പേജിൽ ചോദിച്ചിരിക്കുന്നത് ബേസിക് ഇൻഫോ ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് നൽകുക. അവസാനം കാണുന്ന സെക്യൂരിറ്റി കോഡ് നൽകിയതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത സെക്ഷൻ ഫോട്ടോ സിഗ്നേച്ചർ ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ള സെക്ഷനിലേക്കായിരിക്കും നിങ്ങൾ പോകുക. അതെല്ലാം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതും ആ ഒരു പേജ് നിങ്ങൾ ഇത്തരത്തിൽ ഫില്ലപ്പ് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ഡീറ്റെയിൽ സെക്ഷനിലേക്ക് പോകും. പിന്നീട് പ്രിവ്യൂ സെക്ഷൻ, അതിനുശേഷം അപ്ലോഡ് സെക്ഷനിലാണ്. അതിനുശേഷം അവസാനമായിട്ട് പേയ്മെന്റ് സെക്ഷനിലേക്ക് നിങ്ങൾ പോകും. അവിടെ നിന്ന് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ ഓരോ പോസ്റ്റിലേക്കും അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഇത് ആദ്യത്തെ ലിങ്കാണ്. രണ്ടാമത്തെ ലിങ്ക് നമുക്കിവിടെ കാണാം. സെയിം ലിങ്കുകൾ തന്നെ ഓപ്പൺ ആയി വരിക. നമുക്കിവിടെ കാണാം ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ഫോർ ഓൺലൈൻ റിക്രൂട്ട്മെന്റ് ഓഫ് ഓഫീസർ സ്കെയിൽ 1 പോസ്റ്റ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ പോവുക. അവിടെ അതിന്റെ ഡീറ്റെയിൽസ് ഏത് പോസ്റ്റാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. അപ്പോൾ ഇത്തരത്തിലാണ് ഓരോ നോട്ടിഫിക്കേഷൻ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ ഒരു പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇത്തരത്തിലാണ് ഫില്ലപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഓൺലൈൻ അപേക്ഷകളെല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഫോമുകളെല്ലാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കൈവശം എല്ലാ ഡോക്യുമെന്റ്സും എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും യോഗ്യരായിട്ടുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പേജിന്റെ ലിങ്ക്, അതായത് ഈ പറയുന്ന ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ലിങ്കുകൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ പേജിന്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പരിശോധിച്ച ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പരിശോധിച്ച് നോക്കി അതിനുശേഷം ഈ കാണുന്ന പേജിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പേജിൽ വന്നതിന് ശേഷം ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ ഒരു പോസ്റ്റിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിന്റെ ഓൺലൈൻ അപേക്ഷ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും പിന്നെ നിങ്ങൾക്ക് പാസ്വേഡൊക്കെ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഇന്നോ നാളെയായിട്ട് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അടയ്ക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ഈ പറഞ്ഞ 28/6/2000 ജൂൺ 28 മുന്നേ ആയിട്ട് നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ രജിസ്റ്റർ നമ്പറും പാസ്വേഡും ഈ സെക്യൂരിറ്റി കോഡും അടിച്ച് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും അവസാന തീയതിക്ക് മുന്നേ തന്നെ എല്ലാ പ്രോസസ്സും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. അവസാന തീയതിക്ക് നിങ്ങൾ കാത്തു നിൽക്കരുത്. കാരണം ഒരുപാട് ആളുകൾ അപേക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വെബ്സൈറ്റ് ഹാങ് ആവാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു വെബ്സൈറ്റിന്റെ ഈ ഒരു പേജിന്റെ ലിങ്കും അതുപോലെ തന്നെ ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ നൽകാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പരിശോധിച്ച് നോക്കി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. ബാങ്ക് ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ പരമാവധി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.